പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇന്നത്തെ ജീവിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോവിന്റെ അടുത്ത് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ. ഇങ്ങനൊരു അവസരത്തിൽ കിട്ടിയൊരു നന്ദി പറയണത് കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും നീ ഒറ്റക്കാകുകയില്ല. നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അമ്മയും, നിന്റെ വിഷയം ഏറ്റെടുക്കാൻ ലോകത്തിന് മുഴുവൻ പാപഭാരങ്ങൾ സ്വന്തം കുരിശിലെ തിരുത്തോളിലേറ്റിയ കർത്താവ് നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പിക്കാം. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ, ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, 10,000-കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിന്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാൻ ആകുന്നത് നീ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ്. ദൈവത്തിലെ നീ കർത്താവിന് സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത്. അത് നിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. അത് സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് എപ്പോഴും ഒരു കടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം. കർത്താവെ, മനുഷ്യരുടെ മുമ്പിൽ നീ ഏറ്റുപറയുന്നവനെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുന്ന അരുളി ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയണത്. ദൈവത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർജിക്കുന്ന മക്കളെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം ആവഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശ്രയിക്കുന്ന നല്ലത് കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം അവരുടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ അവർ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഡിതരും ദുരിതങ്ങളാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും തൊഴിൽപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ.
Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Lord, infuse His Spirit. കർത്താവേ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആരെ വിചാരിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്നുവോ, എന്ത് വിഷയം വിചാരിച്ച് ഭാരപ്പെടുന്നു, അത് ഈ നിമിഷം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നോൻപ് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ്. ലുക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 44-ാം വാക്യം. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതായത് ഇത് നോൻപ് കാലത്ത് പ്രധാനപ്പെട്ട പ്രമേയമാണ്. കർത്താവ് ഹോശാന പാടി എതിരേറ്റ് ജനങ്ങൾ കൂട്ടത്തിൻ്റെ ജനലക്ഷങ്ങളുടെ അകമ്പൊഴിയോടുകൂടി ജെറുസലേം കവാടത്തിൽ വരുമ്പോൾ, ജെറുസലേം ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോൾ കർത്താവ് കണ്ണീർ പൊഴിക്കും. കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പണ്ട് ലാസറിൻ്റെ ശവകുടീരത്തിൽ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസർ ഞായറാഴ്ച. പിന്നെ ഹോശാന ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ. ലാസറിൻ്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ചാലും ഹോശാന ഞായറാഴ്ച ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന്, ദൈവത്തിൻ്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? നോക്കൂ, അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യോഹന്നാൻ 11-ാം അധ്യായം 35-36 വാക്യങ്ങൾ. യേശു കണ്ണീർ പൊഴിച്ചു. യേശു കണ്ണീർ പൊഴിച്ചു. ദാസന്റെ ശവകുടീരത്തിലാണ് ഇത് സംഭവം. അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അത് തന്നെയാണ് ജെറുസലേം ദേവാലയത്തെ കാണുമ്പോഴും ജെറുസലേം പട്ടണം കാണുമ്പോഴും ഹോശാന ഞായറാഴ്ച, ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഹോശാന ഞായറാഴ്ചയും കർത്താവിൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു കാര്യമാണ് പറയുന്നത്, നോക്കൂ അവരെന്തുമാത്രം അവനെ അല്ലെങ്കിൽ അവരെ, അതായത് ലാസറിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്ന് അല്ല. എല്ലാവരും ലാസറായിട്ടാണ് ഈശോ കരുതുന്നത്. ജെറുസലേം പട്ടണത്തിലുള്ള 10,000 കണക്കിന് മനുഷ്യരെ കണ്ടിട്ടാണ്, അല്ലാതെ കല്ലും മണ്ണും കണ്ടിട്ടല്ല.
ആ മനുഷ്യരെ കണ്ടിട്ടാണ് കണ്ണീര് വാർത്തത്. ലാസർ ഞായറാഴ്ച ഒരാളെ കണ്ടിട്ട് കണ്ണീര് വാർത്ത കർത്താവ് ഓശാന ഞായറാഴ്ച 1000 പേരെ കാണുമ്പോൾ കണ്ണീര് വാർക്കുകയാണ്. എന്താണ് അത്? അപ്പായുടെ കണ്ണുനീരാണ്. ഈശോ ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നെന്ന് പറയത്തില്ലേ? ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ കണ്ണുനീര് പിതാവിൻ്റെ കണ്ണുനീരാണ്. യോഹന്നാൻ 14:9 യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ലേ? സങ്കടമാ. ഇത് ഫിലിപ്പോസ് എന്ന് പറയണത് കർത്താവിനെ അറിയാത്ത 10,000 മനുഷ്യരുടെ മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിനുണ്ടാകുന്ന ചങ്കിൻ്റെ വേദനയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്നത് അവിടെ ഫിലിപ്പോസ് അല്ല. കർത്താവിനെ അറിയാത്ത, ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞു പോകുമ്പോൾ, കാലയവനികൾ തിരിഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ്. അങ്ങനെ മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനുള്ള കാലമാണ് നോൻപ് കാലം. ആ കാലത്തിലെല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണീരിൻ്റെ കാരണം 3:16 എന്താണ്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പിതാവിൻ്റെ കണ്ണുനീരാണ് ഓശാന ഞായറാഴ്ച ജെറുസലേമിലെ 10,000 മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണുനീർ വീഴുന്നത് പിതാവാണ്. ഇതിന് പാട്രി പസിയോണിസം എന്ന് പറയും. പിതാവ് യേശുവിലൂടെ കരയുന്നു. അതാണ് നിന്റെ ഭവനം. പിന്നെയാണത് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ്. എന്താണ്? ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യവുമായിരിക്കുന്നു. ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യമായിരിക്കുന്നു. എന്താണ് കാരണം? എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന്. ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ്. അടുത്ത നോൻപിന് നമ്മൾ എത്ര പേരുണ്ടാവും നമുക്ക് ആർക്കും അറിയത്തില്ല. ആരോഗ്യന്മാർ പോലും കടയറ്റ് വീഴുന്നൊരു കാലഘട്ടമാണ്. നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. അത് കർത്താവ് പറയണത്, ഇതാ എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം, അവസരം നീ അറിഞ്ഞില്ല. ഈ നോൻപിനെ ഇനിയും നോൻപിൻ്റെ അരുവിലേക്ക് ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഈ നിമിഷം പിതാവിൻ്റെ ശങ്കിൻ്റെ വേദന കർത്താവിൻ്റെ കണ്ണിലൂടെ വന്ന കണ്ണുനീരായി തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ അനുതാപത്തിലേക്ക് വിളിച്ച് ആ വിളി കേട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം. കർത്താവിനോട് ഐക്യദാർഢ്യം പുലർത്താം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ മനസ്താപനം ചെല്ലുമ്പോഴേ എനിക്ക് ഉള്ളിൽ ചിരി വരും. എന്താ കാര്യം? എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകളൊന്നാം മനസ്താപപ്രകരണം. അതിനകത്ത് പറയണത്, ഈ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അത് സഹിക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തൊരു നുണയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ? പാവം ചെയ്യാമെന്ന് പിന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തരം ദൈവത്തിനോട് കെട്ടിയെഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കണത്. അപ്പം ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഈ സ്വയം വഞ്ചന മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മനസ്താപമെന്ന് പറയണത് അത് ചെലണാക്കാൻ നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതാണ് അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഹൃദയത്തിൽ ദൈവസ്നേഹം വരുമ്പോൾ, ദൈവസ്നേഹം നിറഞ്ഞ് കവിയുമ്പോൾ, ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ്. മത്സ്യപാനത്തിൻ്റെ പഴയകാല മലയാള പേരെന്തെന്നാണ്? തേറ്റത്തിൻ്റെ പ്രകാരം എന്നാണ്. ആരുടെ തേറ്റമാണ്? തേറുക എന്ന് വെച്ചാൽ കരയുക. ആരുടെ തേറ്റമാണ്? ആത്മാവിൻ്റെ തേറ്റമാണ്. ആരാണ്? കർത്താവേ, നിൻ്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് നിൻ്റെ നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ ഉദ്ദീരണങ്ങളാണ്, അർത്ഥവത്തായ. ഇപ്പോൾ നോൻപുകാലത്ത് പശ്ചാത്താപത്തേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ചെയ്യുന്ന കുരിശിൻ്റെ വഴി, ഇനി നീ ചെയ്യുന്ന
സിരിയാപ്പാത പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നവർ കൂടുന്ന കുരിശിൻ്റെ വഴികളും അതുപോലെ നീ തരുന്ന ദാനധർമ്മങ്ങൾ എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവസ്നേഹം നിറയാൻ വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അർത്ഥവത്തായ അനുതാപത്തോട് ദൈവത്തോട് ഐക്യപ്പെടാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. പ്രേസ്തലാണ്. ഉടമ്പടി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഴയ പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളിലേക്ക് ചിലപ്പോൾ കുപ്പിക്കൂട്ടങ്ങളായിരിക്കാം, കുപ്പി വെച്ച് ആഘോഷിക്കുന്ന കൂട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വല്ല സെക്സ് സിനിമയൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്ന അത്രയും അലപലാദികളായിട്ടുള്ള കൂട്ടുകാരല്ലേ, എപ്പോഴും സെക്സ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരില്ലേ. അപ്പം അവർ ചിലപ്പോൾ ദ്വയാർത്ഥം പറയുന്നവരുണ്ടാകും, ചിലപ്പോൾ ദൈവത്തിനെതിരെ വാവിളിച്ച ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ടാകും. ഇവരുമായിട്ട് പതുക്കെ നമ്മൾ മാറണം. വേർപാടാണ് ഉടമ്പടി. തമ്മിലൊരുമിച്ച് പോകത്തില്ല. ആ ഒരുമിച്ച് പോകാത്ത കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഫസറിന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടമാണ്, അയാളുടെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ വാവിളിച്ച അയാളുടെ കേമത്വം കാണിക്കാൻ വേണ്ടി അയാൾ ദൈവത്തിനെതിരെ സംസാരിക്കും. അയാളെ കാണ്ടാമൃഗമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കൂട്ടിപ്പിരിയണം. അല്ലെങ്കിൽ ദൈവത്തിനറിയാം ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിങ്ങളെ ദൈവത്തിനെതിരായുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നുവെന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ ഉടമ്പടി ബ്ലൂം ആകാൻ തുടങ്ങും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും തിരിച്ചു പോകണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. നമ്മൾ പോകുന്ന ഉടമ്പടി പ്രകാരം നമ്മൾ വിട്ടുപോകുന്ന കൂട്ടായ്മകളിലേക്കും സന്തോഷങ്ങളിലേക്കും തിരിച്ചു പോകണമെന്ന് നമുക്ക് ഉടമ്പടി കഴിയുമ്പോൾ തിരിച്ചു പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കണത്. അങ്ങനെയാണ്. ഉടമ്പടി കാലം കഴിയട്ടെ, ഉടമ്പടി കഴിയുമ്പോൾ വീണ്ടും പഴയ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം. എടാ എനിക്കിത്തിക്കൂടി സമയം എന്താ, എനിക്കിന്ന കാര്യം നടക്കാനുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ ടൈം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചെങ്ങോട്ടാണ് പോണത്? നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോണത്, പിശാചിൻ്റെ അടുത്തേക്കാണ് പോണത്? ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറയണത്? അവൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സോദോമിൽ നിന്ന് പോരാൻ ഉദ്ദേശിച്ച ആളല്ല അവർ സോദോമിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നോക്കുകയാണ്. അതായത് പുറകിലിങ്ങനെ തീങ്കെന്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മഴ ശമിച്ചെങ്കിൽ തിരിച്ചു പോരാം, എബ്രാഹിം ലോത്തിനെ തോണ്ടി വീണ്ടും അവിടേക്ക് പോകാം. അവരാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാര്യം ലോത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉപ്പുതൂണ് പോലെ നിൽക്കണം എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടൂറിസംകാരൊക്കെ നമ്മൾ ഇസ്രായേലിൽ വിവരിക്കും. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ ഒരു ശാശ്വതമായ മനുഷ്യനും ദൈവത്തിൽ നിന്നുള്ള തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എബ്രായർ 19:26. ശ്രുതികട ഹല്ലേലൂയ. 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് പണ്ടാരം പിന്തിരിഞ്ഞു നോക്കി, കണ്ടില്ലേ, ഒരു പുതുവണായി തീർന്നു. പിന്നെ അവളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്നർത്ഥം. മനസ്സിലായല്ലേ? അതായത് ഈ സാധനം വീണ്ടും തിരിച്ചു പോകണമെന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ യാത്ര അവസാനിച്ചു. ഈ സാധനം തിരിച്ചു പോകണം. മഴ ഒതുങ്ങിയ തീങ്കന്തകവുമായിട്ടുള്ള മഴ ഒതുങ്ങിയോ, എന്നാൽ പിന്നെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോന്നാൽ എന്താണെന്ന് തിരിഞ്ഞവളെ നോക്കിയതേ ഉള്ളൂ. ഈ സാധനത്തിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ പഴയ പാപജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് 30 കൊണ്ടിൻ്റെ വില നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ. പിന്നെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ മനസ്സിൽ ചിന്തിച്ചതെല്ലാം എന്നോട് ശാസനാപൂർവം നീ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി പ്രകാരം എന്നേക്കുമായി ഉപേക്ഷിച്ച പാപബന്ധങ്ങള് തിരിച്ചു പോകാതിരിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. കർത്താവിനോട് സഹിത്വം ചേർന്ന കൊണ്ടും ഉടമ്പടിയുടെ വിശ്വസ്തത ഉണ്ടായിരുന്ന കൊണ്ടുമാണ് അവർ തിരിച്ചു പോരാതിരുന്നത്. തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോരാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാർ. തിരിച്ചു പോരാൻ, പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു പോരാൻ
രഹസ്യമായ സുഖങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോകാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാരെന്ന് പറയണത്. ഹെബ്രായർ 11:15 വായിക്കുക. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 11:15 തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. അതാണ് സംഭവം. ഒന്നുകൂടി വായിച്ചു. ഹെബ്രായർ 11:15 വായിച്ചു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായോ? വീണ്ടും പഴയ ജീവിതം നിങ്ങളുടെ ഉടമ്പടി ചിലരുടെ ഉടമ്പടി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു. എന്താണ്? ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലേക്കും ദൈവത്തെ നിരക്കാത്ത ജീവിതത്തിലേക്കും നിങ്ങൾ തിരിച്ചു പോകാമെന്ന്. മറിച്ച് ഈ രണ്ട് കക്ഷി, ഇപ്പോൾ അക്ഷിതയായാലും ശരി, നേരത്തെ വന്ന പ്രിൻസിലായാലും ശരി, അവരെ കർത്താവിനോട് സഹിത്വം വേണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ടിൻഡു ടീച്ചറായാലും ശരി, കർത്താവിനോട് സഹിത്വം വേണമെന്നാണ് ചിന്തിച്ചത്. ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകില്ല എന്ന്. അപ്പം ഞാൻ അക്ഷിതയോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിലായോടും പറഞ്ഞു, നിന്നെ ഈ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പൈതലെ പോലെ ജീവിക്കാനുള്ള അവസരം നിനക്കുണ്ടാകും. അവർക്ക് എന്തു വേണ്ടി കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇവിടെ പറയണില്ല. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടാൽ മതി. കർത്താവ് വിശ്വസ്തനാണെന്ന് മനസ്സിലാവും. കൈയിടിച്ച് കർത്താവിനെ വിശ്വസ്തനായ അവിടുത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Intimate ഉടമ്പടി ഡിമാൻഡ്സ് ഇൻറ്റിമേറ്റ് ആൻഡ് ടൈറ്റ് റിലേഷൻ ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ. നിങ്ങൾ ഉടമ്പടിയുടെ ഒരു വലിയ വസന്തം എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്ന വീട്, ജോലി, വിവാഹം, വാടക ഒന്നും വരും. ഇതൊക്കെ ദൈവത്തിന് ചുമ്മാ ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഒരു നല്ല ആഴമായ സഹിത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമായിട്ട് വെച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച 50% താഴെയാണ് നിങ്ങളുടെ മാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം താമസിക്കുമ്പോഴേ, നിങ്ങൾക്ക് മെമ്മോ വരാൻ താമസിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് മെമ്മോ വന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മെമ്മോ വരാൻ വേണ്ടി ദൈവം ഏതാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. നിങ്ങളുടെ ദൈവം ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ ആണ്. കുട്ടി ദൈവങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. മറിച്ച് നിൻ്റെ ദൈവം നിൻ്റെ ജന്മത്തെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ്. അങ്ങനെ നീ ചിന്തിച്ച് ദൈവത്തെ കൈവിട്ടാൽ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ കൈവിട്ടാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുത്. ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ജനമേ, എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ഒരു വചനം വന്ന്, എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ, എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാനാണ് നിന്നെ ഉയർത്തിയത്. അപ്പോൾ ഇങ്ങനൊരു വാക്ക് ആ വചനത്തിൽ ഉള്ളതാണ്. ഏതാണെന്ന് എനിക്ക് അറിയാത്ത, ഞാൻ പിന്നെ നോക്കിയെടുത്ത്. അതായത് രാവിലെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വചനമാണ് നമ്മളെ തോണ്ടി വിളിക്കണത്. എന്താ വിളിക്കണത്? എൻ്റെ ജനമേ,
എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തി. അപ്പോൾ ഞാനാണ് നിൻ്റെ ദൈവം. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. അതായത് ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എസെക്കിയേൽ 37:13. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ 37:13. എൻ്റെ ജനമേ, പറഞ്ഞ എൻ്റെ ജനമേ, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇതാണ് വിഷയം. ഞാനാണ് കർത്താവ്, നിന്റെ ദൈവം ഞാനാണ്. അങ്ങനെ ഒരിക്കൽ ദൈവവേദല് നിന്നെ കല്ലറ തുറന്ന് കർത്താവ് ഉയർത്തും. കടങ്ങളായാലും ശരി, ജോലി, വീട്, വിവാഹം, നിൻ്റെ രോഗം, എത്ര കല്ലറകളിൽ നിന്നാണ് കർത്താവ് നിന്നെ ഉയർത്തണത്. അപ്പോൾ ഒരിക്കൽ നീ കർത്താവിൻ്റെ അടയാളം കണ്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാനാണ് നിൻ്റെ ദൈവം. പിന്നെ എന്താ സംഭവിക്കണത്? അതായത് വീണ്ടും നിങ്ങൾ അവയിൽ കുടുങ്ങി അവയാൽ തോൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിരിക്കും. ഹെബ്രായർ 4:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം.